നമസ്കാരം. രോഹിണി നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ കുടുംബബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. അഥവാ വിദേശത്ത് താമസിക്കുന്ന മക്കളോടൊപ്പം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാനുള്ള അവസരമുണ്ടായിത്തീരും. മറ്റു ചിലർക്കാണെങ്കിൽ അന്യനാട്ടിലോ വിദേശത്തോ താമസിക്കുന്ന മാതാപിതാക്കൾ ജന്മനാട്ടിൽ വന്നു ചേരുന്നത് വഴി സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ യോഗമുണ്ട്. ആധ്യാത്മീയ പ്രഭാഷണങ്ങൾ അനിഷ്ടമായിട്ടുള്ള ചിന്തകളെ ഒഴിവാക്കുന്നതിന് ഉപകരിക്കും. വ്യക്തി താല്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് ഗുണകരമായി തീരും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ശാസ്ത്ര പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നതൊക്കെ തന്നെ പരമാവധി ഈ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സാധ്യതകൾ വളരെ കുറവായതിനാൽ ചില കാര്യങ്ങളിലെല്ലാം സസൂക്ഷ്മം വിശകലനം ചെയ്ത് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി തീരും എന്ന ആശയം വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്വീകരിക്കുകയും വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഒരു മാസത്തിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം ആയിരിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഏറ്റെടുക്കുവാൻ ഇടവരുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഇതിനെല്ലാം തന്നെ കൂടുതൽ പ്രയത്നം വേണ്ടിവരും. മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഒന്നോ രണ്ടോ അവധി ദിനങ്ങളിൽ കൂടി ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ യാത്രാക്ലേശം വർദ്ധിക്കുന്ന വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരും. മറ്റു ചിലർക്കാണെങ്കിൽ സഹപ്രവർത്തകർക്ക് അസുഖം വന്നു ചേരുന്നത് വഴി അവരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വേണ്ടി വരുവാൻ യോഗമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. ഔചിത്യമുള്ള സമീപന ശൈലി സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചും കൊണ്ട് ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഏറെക്കുറെ വിജയം കൈവരിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.